ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ്. ഇന്ന് എൻ്റെ പിറന്നാളാണ്. രാവിലെ 2 കുട്ടിമണീസിനെയും സ്കൂളിലേക്ക് ആക്കിയിട്ട് ഞാനും കുഞ്ഞു ബേബിയും ചേട്ടനും കൂടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. 2 ദിവസത്തെ പനിയുടെ ക്ഷീണമാണ് നിങ്ങൾ ഈ മുഖത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ വ്ളോഗ് എടുക്കാനും ഒരു മടിയും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ വൈകിട്ടൊക്കെ ആയപ്പോൾ ഒന്ന് ഓക്കെ ആയി. പിന്നെ ഞങ്ങളിത് ചായയൊക്കെ ഇട്ട് കുടിക്കുവാണ്. അമ്മയ്ക്ക് ഇതിനിടയ്ക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. കുഞ്ഞു ബേബി ഇതാ എഴുന്നേറ്റ് കിടപ്പുണ്ട്. പിന്നെ ചേട്ടനും 2 കുട്ടീസും സ്കൂൾ വിട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ അവരെ ദേഹം കഴുകി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവരും ഇതാ ചായ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. അനിയത്തിയാണ് ചായ ഇട്ട് വന്നത്. അവൾ ചായ ഇട്ട് വന്നപ്പോഴത്തേക്കും മോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ മോനെ ഉറക്കാനായിട്ട് അവൾ പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നാട്ടുവിശേഷം വീട്ടുവിശേഷമൊക്കെ പറഞ്ഞത് ചായ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. ആരൂസിൻ്റെ ട്യൂഷനും ചേട്ടൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ രാത്രിയാണ് വീട്ടിലോട്ട് വന്നത്. കേക്കൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. കേക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് പോയി റെഡിയായി വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് അനിയനും വിളിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ ആൾ ഓടിപ്പോയി മേക്കപ്പൊക്കെ ചെയ്യുവാണ്. എപ്പോഴും അവനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് അവനെ മിസ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ നേരം അവനുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. താങ്ക് യു. വി വിൽ മിസ് യു. ഗൈസ്, ചോറ് കഴിക്കാൻ ദുബായിലോട്ട് വിളിക്കുന്ന എൻ്റെ ബ്രദർ. അങ്ങനെ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത്രയും ഡിലേ എന്താണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വന്നും പോയൊക്കെ നിൽക്കുവാണ്. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുമ്പോഴത്തേക്കും കറണ്ട് പോകും. അവസാനം ഞങ്ങൾ വിചാരിച്ചു കറണ്ട് പോയാലും വന്നാലും എന്തായാലും കേക്ക് കട്ട് ചെയ്യും. കാരണം ഒട്ടും ക്ഷമയില്ലാത്ത 2 പേരാണ് ഈ കേക്കിൻ്റെ മുമ്പിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് വരുന്നത് വരെ ഒന്നും നോക്കി നിന്നില്ല. ഉള്ള വെട്ടവും ഫോണിലെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഞങ്ങളിതാ കേക്ക് കട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ്. കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലെ ബർത്ത്ഡേ ഉള്ള ദിവസങ്ങളിൽ വലിയമ്മയുടെ മോൻ ഒരു കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് തന്നതൊക്കെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതൊന്നും എനിക്കിപ്പോഴും ഓർമ്മയില്ല കേട്ടോ. എന്നാൽ ഓർമ്മ വെച്ച നാളിൽ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ടുമില്ല. സ്കൂളുള്ള ദിവസങ്ങളിലാണ് പിറന്നാൾ വരുന്നതെങ്കിൽ അച്ഛനോട് പറഞ്ഞ് ഒരു കവർ മിഠായിയും അല്ലെങ്കിൽ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്നും ടീച്ചേഴ്സിൻ്റെയൊക്കെ എണ്ണം നോക്കിയിട്ട് ഇങ്ങനെ മിഠായിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. എല്ലാ കുട്ടികൾക്കും കൊടുക്കാറുമുണ്ട്. അങ്ങനെയായിരുന്നു ഓർമ്മ വെച്ച നാളിലുള്ള ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ്. എനിക്കും അനിയത്തിക്കും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ എപ്പോഴാണ് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ എല്ലാ സെലിബ്രേഷൻസും ആഘോഷിക്കുന്നത്. അതിപ്പോൾ എൻ്റെ വീട്ടിലെ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും ഞാനിതുപോലെ ഒരു കേക്കെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യിപ്പിച്ച് കൊടുക്കാറുണ്ട്. ഒരു കുഞ്ഞു ഗിഫ്റ്റും എല്ലാവർക്കും കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അതിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അവരൊരുപാട് ഹാപ്പി ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ഒരുപാട് ഹാപ്പി ആവാറുണ്ട്. എൻ്റെ ഈ ബർത്ത്ഡേയും ഇത്രയും സ്പെഷ്യലാക്കി മാറ്റി തന്ന എൻ്റെ ചേട്ടനും എൻ്റെ വീട്ടുകാരോട് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. ഈ ബർത്ത്ഡേ ഇത്തിരി സ്പെഷ്യലാവാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. നമ്മുടെ യൂട്യൂബ് ഫാമിലി 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 1000 പേരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നും നമ്മളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. തുടർന്നും ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ 2 കുഞ്ഞു ബേബീസും നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഇങ്ങോട്ട് കൂട്ടിയിട്ടില്ല. അടുത്ത ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞു ബേബീസും കേക്കൊക്കെ കഴിക്കാനായിട്ട് റെഡി ആയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഞാനിവിടെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് അവനും കൊടുത്തിട്ടുണ്ട്. പാവം എന്തോ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നേ. നമ്മുടെ നാടും കുടുംബമൊക്കെ വിട്ട് ഇതുപോലെ അന്യനാട്ടിൽ കിടക്കുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണല്ലേ മിസ് ചെയ്യുന്നത്. ബർത്ത്ഡേയുടെ തലേ ദിവസം ഞാൻ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഇപ്പം മിക്ക ദിവസങ്ങളിലും വീട്ടിലോട്ട് പോകാറുണ്ട്. അനിയത്തിയും കുഞ്ഞും ഒക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. എല്ലാവരും ഉണ്ട്, സംസാരിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് പോകാറുണ്ട്. അങ്ങനെ ഈ ബർത്ത്ഡേയുടെ തലേ ദിവസവും പോയിട്ട് ഞങ്ങളൊരു 11:30 ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയത്. വീട്ടിലെത്തി ഫ്രഷായി ഉറങ്ങാൻ കിടക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നേ. നോക്കിയപ്പോഴത്തേക്കും സമയം 12 മണി ആയിട്ടുണ്ട്. അനിയത്തി വാട്സപ്പിൽ ബർത്ത്ഡേ വിഷ് ചെയ്തുള്ള മെസ്സേജൊക്കെയാണ് ഈ വന്നുകൊണ്ടിരുന്നത്. അവളുടെ മെസ്സേജിന് റിപ്ലൈ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടനും നേരെ വന്നിട്ട് ഗിഫ്റ്റ് ഒന്നും വേണ്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് ചേട്ടൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി തരാറുണ്ട്. കൂടുതലും ഡ്രസ്സൊക്കെ ആയിരിക്കും വാങ്ങുന്നത്. അങ്ങനെ വലിയ സർപ്രൈസ് ആയിട്ടൊന്നും തരാറില്ല. ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് തരുന്നതാണേ. എന്നാൽ ഇപ്രാവശ്യം ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ അതിലെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുമെന്ന് ആദ്യം ഇങ്ങനെ സംശയിച്ചെങ്കിലും കയ്യിൽ ഗിഫ്റ്റ് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. വിവോയുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ മൊബൈൽ ഫോണാണ് ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റായിട്ട് തന്നത്.
എന്തിനെന്നറിയാതെ സന്തോഷവും സങ്കടവും ഒരുപാട് തോന്നിയ നിമിഷമായിരുന്നു. ഒരു ഡ്രസ്സ് പ്രതീക്ഷിച്ചിരുന്ന എൻ്റെ കയ്യിലോട്ടാണ് ചേട്ടൻ മൊബൈൽ ഫോൺ ഇങ്ങനെ വെച്ചെന്നത്. ഞാൻ ശരിക്കും ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കിളിപോയ അവസ്ഥയിൽ നിന്നപ്പോഴത്തേക്കും ചേട്ടൻ ഈ ഗിഫ്റ്റ് വാങ്ങിയതും വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ കാണാതെ മാറ്റി വെച്ചതും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് കാണണ്ടേ? ഈ ഗിഫ്റ്റ് വാങ്ങാൻ പോയതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ടേ. ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് എനിക്ക് തരുന്ന വീഡിയോസൊന്നും ആൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഞാനിത് മുൻകൂട്ടി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഞാനും വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ. അടുത്തൊരു പുതിയ വീഡിയോയിലൂടെ കാണാം. ബൈ.